Question number 54. The PN diode acts as an ordinary diode at a frequency up to 100 megahertz. Option C is the correct answer. The thermometer is calibrated 150 degrees Celsius to 200 degrees Celsius. The accuracy is specified within plus or minus 0.25% of the instrument span. Calculate the maximum static error. Static error കണ്ടുപിടിക്കാനായിട്ട് ആദ്യം അവിടുത്തെ ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. അത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ 200 മൈനസ് 150 ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും. ദെൻ അതിന്റെ 50യുടെ 0.25% എത്രയാണ് നമുക്ക് നോക്കാം. സോ 50/100 into 0.25 സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.125 plus or minus 0.125. So option A is the correct answer. 56. In successive approximation type ADC conversion, time remains the same. Conversion time is independent of the input voltage. രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. So both A and R are the true and R is the correct explanation of it. Match the following. Class A amplifier, Class B push-pull amplifier, Class B amplifier, Class D amplifier. ഈ 4 ആംപ്ലിഫയറും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. ക്ലാസ് എ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ കണ്ടക്ഷൻ ആംഗിൾ 30 ഡിഗ്രി ആണല്ലേ. അപ്പം ഫസ്റ്റ് തന്നെ വരുന്നത് A3 ആണ്. A3 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡ് ആയിട്ട് ക്ലാസ് ബി പുഷ്-പുൾ ആംപ്ലിഫയർ. ക്ലാസ് ബി പുഷ്-പുൾ ആംപ്ലിഫയർ വരുന്നത് ഏതാണ്? ഓഡിയോ വർക്ക് ആണ്. അപ്പം A3B4 അതും 2 ഓപ്ഷൻ ഉണ്ട്. ദെൻ AB ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഏതാണ്? കണ്ടക്ഷൻ ബിറ്റ്വീൻ 180 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി ആണ്. അപ്പൊ B2 അല്ല C2. അപ്പം A3B4 C2 വരുന്ന ഏത്? ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Why silicon is not suitable for the fabrication of light emitting diode? എന്തുകൊണ്ടാണ് എൽഇഡിക്ക് സിലിക്കൺ യൂസ് ചെയ്യാത്തത്? It is an indirect band gap semiconductor. The temperature of two black bodies A and B are 400 Kelvin and 200 Kelvin respectively. If the surface area of A is twice that of B, calculate the ratio of the total power emitted by A and B. പവറിന്റെ ഇക്വേഷൻ എന്താ? P is equal to sigma A T raised to 4. അപ്പം PA/PB ചെയ്യുവാണെങ്കിൽ sigma A/A sigma AB TB raised to 4. sigma get cancelled. ഏരിയ ഓഫ് എ എന്ന് പറയുന്നത് ട്വൈസ് ദ ഏരിയ ഓഫ് ബി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ എക്ക് പകരം ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ 2AB ടി എ എത്രയാ? 400 ആണ്. 400 റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എ ബി. ടി ബി എത്രയാണ്? 200 റൈസ് ടു 4. 2 into 400/200 നമുക്ക് all raised to 4 എന്ന് എഴുതാം. Then 2 get cancelled. 2 raised to 4 16 ആണ്. 16 into 2 ചെയ്യുമ്പോൾ 32. Option A is the correct answer. The isotopic shift in very light atom are due to എന്തുകൊണ്ടാണ്? mass effect ആണ്. Then given the translation vector of a space lattice, ഒരു സ്പേസ് ലാറ്റിസിന്റെ ട്രാൻസ്ലേഷൻ വെക്ടർ ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സെൽ ആണ്. അപ്പം ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഷേപ്പ് എന്താണ്? പാരലൽ പെപ്പഡ് ആണ്. പാരലൽ പെപ്പഡിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? V is equal to modulus of A dot B cross C. അപ്പൊ ആദ്യം നമുക്ക് B cross C കണ്ടുപിടിക്കണം. B cross C ചെയ്യുമ്പോൾ XYZ B minus 1/2 √3/2 0 C 0 0 1. ഓക്കെ, സോൾവ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് √3/2 X ക്യാപ് പ്ലസ് 1/2 Y ക്യാപ്പ് എന്ന് കിട്ടും അല്ലെ? ബി ക്രോസ് സി. then അതേ ഇൻറ്റു നമ്മൾ എ ആണ് ചെയ്യേണ്ടത്. എ ഡോട്ട് ബി ക്രോസ് സി എന്നല്ലേ പറയുന്നത്. എ എത്രയാണ്? ഹാഫ്
x cap plus root 3 by 2 y cap dot root 3 by 2 x cap plus 1 by 2 y cap. അത് p cross e ആണ്. സോൾവ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ബി, ഓപ്ഷൻ ബി, റൂട്ട് 3 by 2 കിട്ടും. ഞാൻ അതിന്റെ സൊല്യൂഷനിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. റൂട്ട് 3 by 2 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ടൈം ഇല്ല, നമുക്ക് 120 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെട്രിക്സ് ഇസ് എ ഹെർമീഷ്യൻ? ഹെർമീഷ്യൻ ആവണമെങ്കിൽ എ ഡയഗർ ഈക്വൽ ടു എ കിട്ടണം. അപ്പം ഇത് ഓരോന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോൾവ് ചെയ്യുമ്പോഴേക്കും ഓപ്ഷൻ ഡി ആണ് നമുക്ക് സോൾവ് ചെയ്യുമ്പം എ ഡയഗർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോസ് എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുക്കാം. അപ്പം 0 i മൈനസ് ഐ 0, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേക്കും 0 മൈനസ് ഐ ഐ 0, അതിന്റെ കോൺജുഗേറ്റ് എടുക്കുമ്പോഴേക്കും 0 ഐ മൈനസ് ഐ 0, എന്ത് തന്നെ വന്നു? എ തന്നെ വന്നു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ വെക്ടർ ആർ ഈസ് ഇറോട്ടേഷണൽ ഇഫ് ഇറോട്ടേഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽ ക്രോസ് ആർ ഈക്വൽ ടു 0. സോളിനോയിഡിൽ എന്താണെന്നും ഫസ്റ്റ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അപ്പം അതേ സ്റ്റേറ്റ്മെന്റ്, അതേ കൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ഇടംപെട്ടൻ മെട്രിക്സ് എ പ്ലസ് ബി ഈസ് ഓൾസോ ഇടംപെട്ടൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. എപ്പോഴാണ് ആ കണ്ടീഷൻ? എന്താണ്? എ പ്ലസ് ബി, എ ബി പ്ലസ് ബി ഐ ഈസ് ഈക്വൽ ടു 0. ഇതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് മെട്രിക്സിൽ. എച്ച് ഇസ് എ ഹെർമിഷ്യൻ മെട്രിക്സ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ സ്ക്യൂ മെട്രിക്സ്? ഏതായിരുന്നു? ഐ എച്ച്. ഇഫ് every element in a row of a square matrix is 0, then ഇതിന്റെ ആൻസർ എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് 0 ആണ്. എങ്ങനെ വരും? ഒരു സ്ക്വയർ മെട്രിക്സ് ജസ്റ്റ് നമുക്കൊരു 2x2 എടുത്ത് നോക്കാം. അതിന്റെ ഒരു റോ കംപ്ലീറ്റ് 0 ആണ്, മറ്റേത് ഇപ്പം എ ബി ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ മെട്രിക്സ് ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? ബി ഇൻറ്റു 0 മൈനസ് ഇ ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇപ്പൊ നമ്മൾ 3x3 എടുത്താലും 4x4 എടുത്താലും ഒക്കെ ഡിറ്റർമിനന്റ് ഓഫ് എ 0 തന്നെയായിരിക്കും. If f is equal to u plus iv, u and v are real numbers in Cauchy-Riemann equation. Cauchy-Riemann equationന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ അകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഏതായിരിക്കും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. ലെജൻഡർ പോളിനോമിയലിന്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഏതാണ് ഇതിന്റെ അകത്ത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഇതിന്റെ അകത്ത് ഒന്ന് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ് നാലെണ്ണം തന്നിരിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് കറക്റ്റ്. ഏതാണ്? 69 ബി ആണ് കറക്റ്റ് ആൻസർ. ഡെൽറ്റ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇതിന്റെ അകത്തുനിന്ന് സിമ്പിൾ പെൻഡുലത്തിന്റെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളത് ബൈഹാർട്ട് ചെയ്ത് വെച്ചവരുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇത് എല്ലാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇത് എൽ കോസ് തീറ്റ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഹൈറ്റ്. ഞാൻ ആദ്യമേ അങ്ങോട്ട് പോയതാണ്. ഇതാണ് ഹൈറ്റ്. അപ്പം എച്ച് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എക്സ്പീരിയൻസ് എച്ച് എന്ന് പറയുന്നത് എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും. ടോട്ടൽ എൽ ആണ്. എൽ മൈനസ് എൽ കോസ് തീറ്റ ചെയ്യുമ്പോഴേക്കും എൽ മൈനസ് എൽ കോസ് തീറ്റ വരും. എല്ലിനെ പുറത്തെടുക്കുമ്പോൾ എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ വരും. ദെൻ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ കിട്ടും. എങ്ങനെയാ? ആറിന് ആർ സൈൻ തീറ്റയും എക്സിന് ആർ സൈൻ തീറ്റയും വൈക്ക് ആർ കോസ് തീറ്റ ഇട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് എം ജി എൽ. എൽ എന്താണ്? ഇവിടെ എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയാണ്. സോ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി. ഫേസ് കർവ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ഫേസ് കർവ് എങ്ങനെയായിരിക്കുന്നത്? ഇങ്ങനെ അല്ലെ? അപ്പം ഓപ്ഷൻ ബി എലിപ്റ്റിക്കൽ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ വിത്ത് എം മാസ് എം ആൻഡ് റേഡിയസ് ആർ അബൌട്ട് എ ടാൻജന്റ്. അത് നമ്മൾ പഠിച്ചു തന്നെ വെക്കേണ്ടതാണ്. അതിന്റെ ആൻസർ പോയിട്ട് 7/5 mr² വരും. കൺസ്ട്രെയിൻ എക്സ്പ്രസ്ഡ് ഇൻ ഫോം ഓഫ് ഇനീക്വാലിറ്റി. ഇനീക്വാലിറ്റി ഏതാ? നോൺ ഹോളോണോമിക് ആണ്. ഇക്വാലിറ്റി ആണ് ഹോളോണോമിക്. If Q, K, P, I are the position and momentum coordinate and pose on bracket ഏതാണ്? ഓപ്ഷൻ ഡി ആണ്.
ഡെൽറ്റ കെ എൽ ആണ്. ഒന്നെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചു വെച്ചിട്ടുള്ള വാല്യൂ ആയിരിക്കും. If J is the angular momentum of a planet, M is the mass, dA by dt is the aerial velocity, then Kepler's second law എന്താ പറയുന്നത്, aerial velocity angular momentumത്തിന് equal ആയിരിക്കും. It's equal to J by 2m. Option B. If f is a gauge function, the gauge invariance ഏതാണ്, L dash is equal to എന്തായിരിക്കും, L plus dot by dot t ആയിരിക്കും. The Brancu's curve of fast speeds and on which the bead sliding frictionlessly under the influence of a uniform gravitational field to a given end point in the shortest time. അപ്പം അത് ഒരു ബീഡ് സ്ലൈഡ് ചെയ്യുവാണ്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് അത് സ്ലൈഡ് ചെയ്യുന്നതെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ടൈമിലൂടെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഷോർട്ടസ്റ്റ് ടൈമിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതിന്റെ കർവ് ആണ് ബ്രാങ്കിയോസ് കർവ് എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അത് എന്തായിരിക്കും, സൈക്ലോയിഡ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Planck constant, H is a Planck constant and uncertainty relation. നമുക്ക് അറിയാവുന്നതാണ്. ഡെൽ ഡോട്ട് ടി ഡെല്ലി ഡോട്ട് energy change into time change is greater than or equal to h cross by 2. അപ്പം h ക്രോസിന് പകരം നമ്മൾ h by 2π കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും, h by 4π. അപ്പൊ ഏതാണ്, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. If psi is a wave function and psi star is its complex conjugate, the expression for probability current density നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, 79C ആണ്. If one-dimensional momentum operator in quantum mechanics is AT, ഓപ്ഷൻ ഏതാണ്, സി ആണ്. -IH cross ഡോ ബൈ ഡോ എക്സ് ആണ് മൊമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഞാൻ സ്പീഡിലാണ് പറയുന്നത് കുറച്ച്. The commutation relation for the angular momentum operator ഏതാണ്, Ly Lz is equal to IH cross Lx. The eigenvalue of total angular momentum operator J cross എന്ന് പറയുമ്പോൾ J ആണെങ്കിൽ root of J into J plus 1 H cross ആണ്. സ്ക്വയർ ചെയ്യുമ്പോൾ 82. A. Which among the following is not a fermion? ഏതാണ് ഫെർമിയോൺ അല്ലാത്തത്, ഫോട്ടോ. ക്ലെൻ ജോർദാൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ. The solution of this rigid rotor problem in quantum mechanics led to quantized energy levels with quantum number, and it is given by ഏതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ്. The validity of WKB approximation can be expressed as ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വന്നിട്ട്, ഓപ്ഷൻ എ. Which among the following is a valid property? Dirac matrixന്റെ പ്രോപ്പർട്ടീസ് നോക്കുക. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി ഏതാണ്, ആന്റി കമ്മ്യൂട്ടേറ്റർ ആണ്. If the lattice parameter of a crystal A equal to B equal to C and alpha equal to beta equal to gamma equal to 90 degree but less than, not equal to 90 degree but less than 120 degree, ഇത് ഏത് ക്രിസ്റ്റലിന്റെ കണ്ടീഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഓരോന്നിന്റെയും എയും ബിയും സിയും തമ്മിലുള്ള റിലേഷനും അതിന്റെ അടുക്കുള്ള ആംഗിൾസ് തമ്മിലുള്ള റിലേഷനും അറിയാമെങ്കിലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റോംബോഹെഡ്രൽ ആണ്. ബോഡി സെന്റർഡ് ക്യൂബിക്കിന്റെ ആറ്റോമിക് പാക്കിംഗ് ഫ്രാക്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും, 0.68. എ ബി സി എന്ന് പറയുന്ന 3 പ്രിമിറ്റീവ് ലാറ്റിസസ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിപ്രോക്കൽ ലാറ്റിസ് ബി സ്റ്റാർ എന്ന് പറയുന്നത് ഏതായിരിക്കും, ഓപ്ഷൻ സി. 91. If K is a thermal conductivity and sigma electrical conductivity ആണെങ്കിൽ വെയ്റ്റ്സ്മാൻ-ഫ്രാൻസ് ലോ പറയുന്നത് എന്താണ്, K by sigma into T is equal to a constant. Option B. 92. ഇത് ഹോൾഡ് കോഎഫിഷ്യന്റ് കറക്റ്റ് ഫോർമുല ഏതാണ്, അതും എല്ലാവർക്കും അറിയായിരിക്കും, ഓപ്ഷൻ ബി. എനർജി ഓഫ് ഫ്രീ ഇലക്ട്രോൺ, ഓക്കെ, എഫക്റ്റീവ് മാസിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചെയ്തതാണ് നേരത്തെ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ എ.
മാഗ്നറ്റിക് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? മ്യൂ ആർ ഈസ് ഈക്വൽ ടു 1+x. ഓക്കെ, സെമി കണ്ടക്ടറിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഫീൽഡ് BCയിൽ തന്നിട്ടുണ്ട്. റിലേഷൻ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി. ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലേസർ എല്ലാവർക്കും അറിയാം. സ്റ്റിമുലേറ്റഡ് എമിഷൻ. ഇഫ് A star, B star, C star അത് പ്രിമിറ്റീവ് ട്രാൻസ്ലേഷൻ ലാറ്റിസ് വെക്ടർ ആണ്. ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിപ്രോക്കൽ ലാറ്റിസ് വെക്ടറിന്റെ ഇക്വേഷൻ ഏതാണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ എ. ഒരു ബ്രാഗ്സ് ലോയുടെ റെസിപ്രോക്കൽ സ്പേസിലുള്ള ഇക്വേഷൻ ഏതാണ്? അതും എല്ലാവർക്കും അറിയായിരിക്കും. 2k.g+g². വിച്ച് ഓഫ് ദി ഫോളോയിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്? ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡയമagnetism. ജെർമേനിയം എന്ന് പറയുന്നത് കോവാലന്റ്ലി ബോണ്ടഡ് ക്രിസ്റ്റൽ ആണ്. ഇനി ഇതിന്റെ അകത്ത് കറക്റ്റ് റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് റിലേഷൻ? ഓപ്ഷൻ ബി ആണല്ലേ. ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എല്ലാവർക്കും അറിയായിരിക്കും. E.ds, ഇന്റഗ്രൽ E.ds. ഓക്കെ, ഒരു ബൗണ്ടറി കണ്ടീഷൻ ഇതിന്റെ അകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാൻജൻഷ്യൽ കമ്പോണന്റും പെർപെൻഡിക്കുലർ കമ്പോണൻസും തന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? സി ആണ്. മാക്സ്വെൽസ് ഇക്വേഷൻ 4 തന്നിട്ടുണ്ട്. ഇതിൽ മീഡിയം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏതാണ്? നമുക്ക് ഒറ്റയടിക്ക് പറയാം. ഓപ്ഷൻ ഡി, del.B is equal to 0. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ, അതായത് del A is equal to half V cross R. ഓപ്ഷൻ ബി. രാമൻ ആക്റ്റീവ് ആണെങ്കിൽ എന്തിലായിരിക്കും ചേഞ്ച് ഉണ്ടാവുന്നത്? മോളിക്യൂളിന്റെ പോളറൈസബിലിറ്റി. യു വി സ്പെക്ട്രം അറൈസ് ചെയ്യുന്നത് ഏത് ട്രാൻസിഷനിലാണ്? ഇലക്ട്രോണിക് ട്രാൻസിഷൻ അല്ലെ? ഓക്കെ, ഇനി ഇലക്ട്രോൺ സ്പിന്നിന്റെ എവിഡൻസ് ഏത് എക്സ്പെരിമെന്റ് വഴിയാണ് പ്രൂവ് ചെയ്തത്? സ്റ്റേൺ-ഗർലാക് എക്സ്പെരിമെന്റ് എല്ലാവർക്കും അറിയായിരിക്കും. According to Fermi's law, the probability of electron occupancy Fermi ലെവലില് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.5 അല്ലെ 50% എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. റേഡിയസ് ഓഫ് അലുമിനിയം ന്യൂക്ലിയസ് ഈസ് അപ്രോക്സിമേറ്റ്ലി, റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R=R0 A⁻⁴. R0 എന്ന് പറയുന്നത് 1.2 ഫെർമി ആണ്. ഇൻറ്റു മാസ് നമ്പർ 27⁻⁴ ചെയ്യുമ്പോഴേക്കും 1/2 ഇൻറ്റു 27⁻⁴ എത്രയാണ്? 3 = 3.6 ഫെർമി. ഓപ്ഷൻ ബി. Relative abundance of an isotope in a chemical can be determined using എങ്ങനെ? മാസ് സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. The value of nuclear magnetronന്റെ വാല്യൂ എത്രയാണ്? 5.05 × 10⁻⁻27 joule per temperature. For a spherical symmetric nucleus, nuclear quadrupole moment എത്രയാണ്? 0.